ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ആഘോഷിച്ചത് 77-ാം സ്വാതന്ത്ര്യ ദിനമായിരുന്നു. മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും സരോജിനി നായിഡുവും ആനി ബസന്റും അരുണ ആസഫ് അലിയും എണ്ണമറ്റ മറ്റ് നേതാക്കളും മുമ്പിൽ നിന്ന് നയിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പോരാട്ടവീര്യം ലോകമറിഞ്ഞ മറ്റൊരു മഹാസംഭവമായി മാറി. രണ്ടാം ലോക മഹായുദ്ധത്തോടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അലട്ടിയ ബ്രിട്ടന് ഇന്ത്യയുടെ സന്ധിയില്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിന് പിന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. 1947 തുടക്കത്തിൽ തന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം 1948 ജൂണോടെ അവസാനിപ്പിക്കുമെന്ന് അന്നത്തെ UK പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് അറ്റ്ലി ഉറപ്പു നൽകിയിരുന്നു. വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യമായതിൻ്റെ ഓർമ്മകൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ 1947 ആഗസ്റ്റ് 14 ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയാൻ ഓരോ ഭാരതീയനും ജിജ്ഞാസയുണ്ടാകും. സ്വാതന്ത്ര്യത്തെ കണികണ്ടുണരുന്നതിൻ്റെ തലേനാൾ 78 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവ വികാസങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഭാരതത്തിലെ സ്ത്രീ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് ദേശീയ പതാക സമ്മാനിച്ച് ഹൻസ മേത്ത ഇന്നേ ദിവസം നടത്തിയ പ്രസംഗം വളരെ പ്രശസ്തമാണ്. സ്വാതന്ത്ര്യത്തിനായി നമ്മൾ കുങ്കുമവർണം അണിഞ്ഞു, നമ്മൾ പോരാടി, ത്യാഗം ചെയ്തു, സഹിച്ചു. ഇന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയിരിക്കുന്നു. നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ സേവനങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇതായിരുന്നു ഹൻസ മേത്തയുടെ വാക്കുകൾ. വൈസ്രോയി ഭവനത്തിലെ ബ്രിട്ടീഷ് പതാക അവസാനമായി താഴ്ത്തിയ ദിവസം ഇന്നാണ്. പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1947 ആഗസ്റ്റ് 14 വൈകുന്നേരം ഡൽഹിയിലെ തൻ്റെ വസതിയിലേക്ക് ഹിന്ദു പുരോഹിതരെ സ്വാഗതം ചെയ്തുവെന്നാണ് ടൈം മാഗസിൻ റിപ്പോർട്ട് ചെയ്തത്. 1947 ആഗസ്റ്റ് 14 പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഹിന്ദു പുരോഹിതന്മാരെ തൻ്റെ വസതിയിലേക്ക് സ്വാഗതം ചെയ്തുവെന്നാണ് ടൈം മാഗസിനിൽ വന്ന റിപ്പോർട്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളിൽ ഭരണഘടനാ അസംബ്ലി ചേർന്നത് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട സംഭവമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നിയമസഭാ സമിതി ആകാനുള്ള തയ്യാറെടുപ്പുകൾക്കായിരുന്നു ഈ യോഗം. 200 വർഷം നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതരായി സ്വാതന്ത്ര്യത്തിന്റെ ജീവവായു ശ്വസിക്കാൻ അർദ്ധരാത്രിയിൽ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങി. പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്ര പ്രസിദ്ധമായ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം നടന്നത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.